കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു എന്നറിയാമോ? അതെ, 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി ബംഗാൾ കടുവയെ തിരഞ്ഞെടുത്തത്. എന്നാൽ അതിനു മുമ്പ് വരെ ഏഷ്യാറ്റിക് ലയൺ ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത്. ആദ്യത്തെ റീസൺ ഇവയുടെ വൈഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ആണ്. ഇന്ത്യയിലെ 16ഓളം സംസ്ഥാനങ്ങളിൽ ബംഗാൾ കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഏഷ്യാറ്റിക് ലയണിന്റെ കേസാണെങ്കിൽ ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. രണ്ടാമത്തെ റീസൺ കടുവയുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് തന്നെയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ പല മിത്തോളജികളിലും ബംഗാൾ കടുവയുടെ പ്രസൻസ് കാണാൻ സാധിക്കും. മൂന്നാമത്തെ റീസൺ 1947കളിൽ ഏകദേശം 40,000 കടുവകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1970കളോടെ അത് 2000ത്തിലേക്ക് ചുരുങ്ങി. ഈ കാരണങ്ങൾ കൊണ്ട് കടുവകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തു. അങ്ങനെ 1972 നവംബർ 18 ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അഡോപ്റ്റ് ചെയ്തു. 1973 ഏപ്രിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി ബംഗാൾ കടുവയെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ മൃഗമായി ബംഗാൾ കടുവയാണോ ഏഷ്യാറ്റിക് ലയൺ ആണോ ബെറ്റർ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.